എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട വി രാജേഷ് ആലോചിക്കേണ്ട ഒരു ചെറിയ കാര്യം, അദ്ദേഹത്തിന് അറിയുന്ന കാര്യം ഞാൻ അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. ഈ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധി പറയുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്രയിലെ ഒരു കേസ് വിധി പറഞ്ഞു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അവിടുത്തെ ശനിദേവന്റെ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അത് വിവേചനമാണ്, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ബോംബെ ഹൈക്കോടതി വിധി കൊടുത്തു. അത് അവിടെ നടപ്പാക്കി. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. 3-4 മാസം കഴിഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ ഹാജി എലിയിൽ പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല, അത് വിവേചനമാണ് എന്ന് പറഞ്ഞപ്പോൾ അതും ഹൈക്കോടതി പറഞ്ഞു നടപ്പാക്കണമെന്ന്, അവരെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയത് BJP-കാരനായ മുഖ്യമന്ത്രി ഫട്നാവിസ് ആണ്. അപ്പോൾ ഫട്നാവിസ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ BJP മുഖ്യമന്ത്രിയുടെ നയമല്ല കേരളത്തിലെ BJP-ക്ക് ശബരിമല കാര്യത്തിൽ. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അപ്പൊ എത്രയാണ് വോട്ട് ബാങ്കിനെ ഇവരൊക്കെ പേടിക്കുന്നത്? ഇവിടെ ആദ്യം നയം മാറ്റിയത് BJP-ആണ്. അതിന്റെ ദുഷ്ഫലം അനുഭവിച്ചു എന്ന് പരിഭ്രമിച്ചപ്പോൾ LDF അങ്ങനെയായി. ഇപ്പൊ ആർക്കും ഇതൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ഇത് അങ്ങനെയാണ് എന്നുള്ളൊരു സത്യം നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം എല്ലാ പാർട്ടിക്കാർക്കും. ഈ പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ. കാരണം എന്ന് വിചാരിച്ചാൽ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിലുള്ള സമത്വം എന്ന് പറയുന്നത്, ഇതുപോലെ വർണ്ണത്തിന്റെ സമത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തീരെ അത്യപൂർവമായിരുന്ന ഒരു കാര്യമാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. കാരണം നമ്മുടെ ജാതിഘടന, നമ്മുടെ സ്ത്രീ നിന്ദ, ഇതൊക്കെ 3000 കൊല്ലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാധനങ്ങൾ. അതൊക്കെ 3000 കൊല്ലമായിട്ട്. അപ്പൊ നമ്മുടെ ജനാധിപത്യം കൊണ്ട് അയിത്തം നിരോധിക്കാൻ പറ്റണം. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അതുപോലെ സ്ത്രീ പുരുഷ സമത്വം നടപ്പാക്കാൻ പറ്റണം. ആ തരത്തിലുള്ള എല്ലാ വിവേചനങ്ങളും ഇല്ലാതാക്കാൻ പറ്റണം. അതിനെയാണ് സാമൂഹ്യ നവോത്ഥാനമെന്നും രാഷ്ട്രീയമെന്നും നീതി എന്നും ഒക്കെ പറയാം. അപ്പോ ഇപ്പോ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം, ശബരിമല ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറയുന്ന LDF തന്നെ ഇവിടുത്തെ സുന്നികളുടെ മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് സുന്നികൾ. അവരുടെ അമ്പലങ്ങളിൽ വെള്ളിയാഴ്ച, മസ്ജിദുകളിൽ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. അത് മിണ്ടൂല, അത് പറയാൻ പാടില്ല. അത് പറയുമ്പോൾ പറയുന്നത് ഇസ്ലാമോഫോബിയ. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. ഇനിയിപ്പോ ഈ തരത്തിൽ ഏതൊക്കെ തരത്തിൽ വിവേചനം, അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ, വിവാഹത്തിന്റെ കാര്യത്തിൽ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ എല്ലാ വിഭാഗത്തിലും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ അനുഭവിക്കുന്നുണ്ട്. അതിനിപ്പോ കേരളത്തിൽ വ്യത്യാസമുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പൊ 2006 അച്യുതാനന്ദൻ ഗവൺമെന്റ് നടപ്പാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റ് പെണ്ണുങ്ങൾക്ക് ഉറപ്പിച്ചു. അത് വലിയൊരു വിപ്ലവം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, നമ്മുടെ നിയമസഭയിൽ 140 സീറ്റുണ്ട്, അതിൽ 70 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ LDF സമ്മതിക്കുമോ? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ 33% എന്ന് പാർലമെന്റ് പറയുന്നത് ഒരുപാട് കാലായി. അത് ഇപ്പൊ ആരും ആ ചർച്ച തന്നെ ഇല്ല, ആ ചർച്ച തന്നെ മറന്നുപോയി. പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഇത് മുഴുവൻ പുരോഹിതന്മാരെ പേടിച്ചിട്ട്, സമുദായ മേലധ്യക്ഷന്മാരെ പേടിച്ചിട്ടാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ അബദ്ധം എന്താന്ന് വിചാരിച്ചാല്, പഠനത്തിന്റെ കാര്യത്തിലും ഉദ്യോഗ ലബ്ധിയുടെ കാര്യത്തിലും ഉദ്യോഗ കയറ്റത്തിന്റെ കാര്യത്തിലൊക്കെ സംവരണം വേണമെന്നാണ് വെള്ളാപ്പള്ളിക്ക്. എന്നെ സംശയിക്കരുത്. അത് പറ്റില്ല എന്നാണ് NSSന്റെ സുകുമാരൻ നായർ പറയാ. അവിടെ തീർന്നല്ലോ. അതിലേതെങ്കിലും തരത്തിലുള്ള സമവായം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി നിൽക്കുമോ? ഇല്ല, വെള്ളാപ്പള്ളി നിൽക്കില്ല. അത് അദ്ദേഹത്തിന് അറിയാം. ഞാനിപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് സമുദായത്തിനകത്ത് നടക്കുന്ന നീക്കത്തെ പറ്റി പറഞ്ഞു. അതൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടതായിട്ട് നടിക്കില്ല. കാരണം എന്താ? വോട്ട് ബാങ്കിനെ പേടിയാണ്. വെള്ളാപ്പള്ളിക്കെതിരായിട്ട് സംസാരിക്കാൻ നമ്മളിപ്പോൾ ഈ പാനലിൽ സംസാരിക്കുന്ന ആർക്കും സാമാന്യമായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അത് അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് തോളൊഴിഞ്ഞ് വർത്തമാനം പറയുക.
വെള്ളാപ്പള്ളി എന്തൊക്കെ പറഞ്ഞു. ഒരിക്കൽ ഇവിടെ കോഴിക്കോട് ആൾനൂഴിപ്പെട്ട 2 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ നൌഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചുപോയി. പിണറായി വിജയൻ ഒരു സഹായധനം അനുവദിച്ചപ്പോൾ വെള്ളാപ്പള്ളി യാതൊരു ലജ്ജയില്ലാതെ പറഞ്ഞു അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താണ്. ഈ അളവിലാണ് അദ്ദേഹത്തിന്റെ നിലവാരം. ₹1,00,000 പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇങ്ങനെ സംസാരിക്കരുത്. ഇത് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ എടുക്കാൻ പറ്റിയ പണിയല്ല, ഇത് ഞങ്ങളുടെ നയമല്ല എന്ന് വെള്ളാപ്പള്ളിയെ ശാസിക്കാൻ LDF-ന് ധൈര്യം ഉണ്ടാവുകയില്ല. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഈ തരത്തിൽ വർത്തമാനം പറയുമ്പോൾ അത് LDF-ന് മറുപടി ഒരു ഉത്തരവാദിത്തമുണ്ട്. കാരണം LDF അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നവോത്ഥാന സമിതിയുടെ കൺവീനറാണ്. അത് പിരിച്ചുവിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞു. പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. ഈ തരത്തിൽ സമുദായങ്ങളെയും ജാതി സമൂഹങ്ങളെയൊക്കെ വോട്ട് ബാങ്കുകളായിട്ട് കാണുകയും അരാഷ്ട്രീയത, അത് ഇതിനെയാണ് അരാഷ്ട്രീയത എന്ന് പറയാം. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇതിനെയാണ് അരാഷ്ട്രീയത എന്ന് പറയാം. ഒരു പാർട്ടിയുടെ കൊടി പിടിക്കാത്ത ആളെ, ഒരു ചിഹ്നത്തിൽ നിൽക്കാത്ത ഒരാളെയാണ് സാധാരണ അരാഷ്ട്രീയത എന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും ചേർന്ന് നമ്മുടെ നാടിനെ അരാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും വിഭജനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഭജനത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും അപകടമുള്ള സാധനം മതമാണ്. കാരണം അത് ഇന്നും നാളെയും ജാതി മതമൊക്കെ എന്താ പ്രവർത്തിച്ചാൽ കുഴപ്പം, അത് അവസാനിക്കാൻ പോണില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഈ സഭയുടെ അംഗം മാത്രമാണോ? കമ്മ്യൂണിസ്റ്റുകാരായ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, കോൺഗ്രസ്സുകാരായ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, സെക്കുലറിസ്റ്റുകളായ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, യുക്തിവാദികളായ ക്രിസ്ത്യാനികളുണ്ട്, കേരള കോൺഗ്രസിൽ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും മത്സരിക്കുന്നവരും ജയിക്കുന്നവരും തോൽക്കുന്നവരൊക്കെയാണ്. അതൊക്കെയാണ് രാഷ്ട്രീയം. എന്തായി പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? കത്തോലിക്ക സഭയുടെയോ ജാക്കബൈറ്റ് സഭയുടെയോ അല്ലെങ്കിൽ അനേകം മറ്റു സഭകളുടെയോ അംഗങ്ങളാണ് അവരുടെ വികാരിമാരെ, അവരുടെ പുരോഹിതന്മാരെ, അവരുടെ മെത്രാപോലിത്തമാരെ കയ്യിലാക്കിയാൽ മതി എന്നിവിടുത്തെ എല്ലാ പാർട്ടിയും പഠിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ആ സമൂഹത്തിൽ ജനിച്ചു വളർന്ന രാഷ്ട്രീയ ബോധമുള്ള ആളുകളെ മുഴുവൻ ഈ തരത്തിൽ കുറച്ച് കാണുന്ന ഒരു പരിപാടി. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. മിണ്ടാതെ പോകുന്നത് തെറ്റാന്നുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ കാരശ്ശേരി പഞ്ചായത്തുകാരനാണ്. കാരശ്ശേരി പഞ്ചായത്ത് കഴിഞ്ഞ തവണ LDF ഭരിച്ചു 2015. 2020 അത് UDF-ന് കിട്ടി. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? കാര്യം വളരെ ലളിതമായിരുന്നു. കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടി LDF-ന്റെ കൂടെയായിരുന്നു. ഇത്തവണ വെൽഫെയർ പാർട്ടി UDF-ന്റെ കൂടെയാണ്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.